വളരെയധികം ആവേശത്തിൽ തന്നെയാണ് തൃശൂർ നഗരി ഉള്ളത്. ജില്ലയിലെ പുലികളിക്കായി സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമെന്ന കമ്മീഷണർ ആർ ഇളങ്കോ IPS ജനങ്ങളുടെ എന്താവശ്യത്തിനും പോലീസ് തൊട്ടരികിലുണ്ടാകാൻ പാകത്തിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയതെന്നും ആർ ഇളങ്കോ വ്യക്തമാക്കി. കമ്മീഷണർ ആർ ഇളങ്കോ IPS ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, ഇന്നെന്തൊക്കെയാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ പുലികളിയെ? പ്രാവശ്യം നമുക്ക് തൃശ്ശൂർ സിറ്റി പോലീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പുറമെ പാലക്കാട് മലപ്പുറത്തു നിന്നും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചിട്ടുണ്ട്. ഒരു 7 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ പുലിക്കളി ദേശക്കാർക്കും എല്ലാ സംഘങ്ങൾക്കും എൻട്രി പോയിന്റ് ഏതാണ്, എക്സിറ്റ് പോയിന്റ് ഏതാണ് വ്യക്തമായിട്ട് അവരോട് കൂടി ആലോചിച്ചാണ് നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ജഡ്ജിങ് പോയിന്റാണ് ഉള്ളത്. അപ്പോൾ എല്ലാ സംഘക്കാർക്കും അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലെങ്കിലും സൂര്യാസ്തമനത്തിന് മുമ്പ്, സൺസെറ്റിന് മുമ്പായിട്ട് കയറാൻ പറ്റും. ബാക്കിയുള്ള 2 പോയിന്റിൽ സൺസെറ്റിന് ശേഷം. അപ്പോൾ ട്രാഫിക്കിന് വേണ്ടി പ്രത്യേക QR കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസുകാരോട് ചോദിച്ചാൽ അവർ തന്നെ പറയും ഏതാണ് പാർക്കിംഗ് സ്പോട്ടിന്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള ട്രാഫിക്, സ്മൂത്തായിട്ടുള്ള ഒരു പുലിക്കളി ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. അത്രയും തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണ്, ക്രമീകരണങ്ങൾ പൂർത്തിയാണല്ലേ? സജ്ജമാണ്. ഇപ്രാവശ്യം ഒരു നല്ല ഒരു അടിപൊളിയായിട്ട് ഒരു പുലിക്കളി നമുക്ക് തകർക്കും. അപ്പം അതാണ് കമ്മീഷണർ കൃത്യമായ ക്രമീകരണങ്ങൾ ജില്ലയിൽ പുലികളിയെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ട്രാഫിക് നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും ഗതാഗതത്തെ സംബന്ധിച്ചും കൃത്യമായ QR കോഡുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്താവശ്യത്തിനും പോലീസുകാർ തങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവും. എന്താവശ്യത്തിനും അവരെ പോയി കണ്ടാൽ മതി എന്നുള്ളത് കൂടിയാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ.